നമസ്കാരം, ഞാൻ നാരായണൻ. EVN യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൊഴിലുറപ്പ് അംഗങ്ങളുടെ ജോലി സ്ഥലത്താണ്. തൊഴിലുറപ്പ് ചേച്ചിമാരുടെ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വർഷം എത്ര പണിയുണ്ടായിന്? സംഭവം തൊഴിലുറപ്പ് ദിനങ്ങളുണ്ടായിന്? അതെ, പണി ഇഷ്ടം പോലെ ഉണ്ടായി അല്ലേ? പണിക്ക് ക്ഷാമൊന്നുമില്ല. ഓ അതെ അല്ലേ. ഈ പറമ്പ് കളയിൽ തുടങ്ങിയിട്ട് കുറെ കാലമായ? അതെ. അതിന് മുമ്പ് എന്താ നീ കണ്ടത്ത് വരുമ്പോത്തില്ല അല്ലേ? അപ്പൊ എല്ലാ മേഖലയിലും നീ ഉണ്ട് സംഭവം അല്ലേ? പുല്ലുനടല്. അടിപൊളിയാണ്. മാസ്കും കെട്ടണം. നമ്മുടെ തൊഴിലുറപ്പ് അംഗങ്ങളുടെ മാറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ലത എന്നാ അവരുടെ പേര്. ലതച്ചി, നമ്മളെ എത്ര അംഗങ്ങളാണ് ഈ ഗ്രൂപ്പിലുള്ളത്? 65 ആളല്ലേ? അപ്പൊ ഇപ്പൊ രണ്ട് ഇങ്ങനെ ഇവിടെ എത്തുള്ള ആൾക്കാർ കാണുന്നില്ലോ. 7 സ്ക്വാഡ് നടക്കണം അല്ലേ? അപ്പൊ പണിയെല്ലാം കൃത്യമായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഉണ്ടല്ലേ? നമ്മളെ ഇതിന്റെ കൂലിയാണ് കൃത്യമായിട്ട് കിട്ടുന്നില്ലേ? കൂലിയാണ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? കൃത്യമായിട്ട് ബാങ്കിലേക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ശരി, നടക്കട്ടെ. തുറശ്ശേരി പ്രദേശത്തിന്റെ ഭാഗമായ നമ്മളെ കൊളമ്പയിലെ തൊഴിലുറപ്പ് അംഗങ്ങളാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാവിന്റെ അരികത്ത് സൗദാമിനിയുടെ വളപ്പിലാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കളിയെല്ലാം നല്ല അടിപൊളിയാണ് സംഭവം. ആണുങ്ങൾ കളിക്കുന്ന പോലെ തന്നെ കളിക്കുന്നത് സംഭവം. അതാ സൗദിച്ചേട് എന്തൊരു തമാശ പറഞ്ഞു. അതാ ചായയുടെ സമയം, ഇനി ചായ റെസ്റ്റ് സമയം. പക്ഷെ ഭക്ഷണം ദോശ. ശൈലേച്ചി എന്നാ ദോശ. എല്ലാരും ദോശ തന്നെ. ശ്യാമളെ പുട്ടും കടലയും, നല്ല പുട്ടും കടലയും ഉണ്ട് ശ്യാമള കഴിച്ചു. വിദ്യേച്ചി എന്നാണ് എന്നാ കൊണ്ടതനി? റസ്ക്. എന്താ വേറെ എന്താ കൊണ്ടുവരാനി? വേണ്ടേ? ഭക്ഷണം കഴിക്കാണ്ട് പണിയെടുക്കാൻ കഴിയാ? വാസന്തേച്ചി ദോശയും സാമ്പാറുമാണ്. നല്ല ഫുഡാണ്. ഒരാള് ഭക്ഷണം കാണിക്കുന്നില്ല, സംഭവം ഓടുന്നുണ്ട്. സജീഷ് എന്താ ഭക്ഷണം? ചപ്പാത്തി നല്ലല്ലേ? ചപ്പാത്തി അടിപൊളിയല്ലേ? നല്ല എനർജി കിട്ടും കഴിച്ചാൽ. അപ്പോഴേ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ വിശേഷങ്ങളൊക്കെ കേട്ടുവല്ലോ. അപ്പോൾ ഇനി നമ്മുടെ കുക്കിംഗ് ടൈമാണ്. കുക്കിംഗ് ടൈമിൽ നമ്മൾ ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പായസം നമ്മൾ ചേച്ചിമാർക്ക് കൊടുത്ത് ടേസ്റ്റ് പറയിപ്പിക്കും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം അരിപ്പായസമാണ്. അടുപ്പിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ചൂടായ വെള്ളത്തിലേക്ക് അരി ഇടാം.
പച്ചരിയാണ് നമ്മൾ വാങ്ങിയത്. പച്ചരിയാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അരി വന്നിട്ടുണ്ട്. നമ്മൾ 1 കിലോ പച്ചരിയാണ് വാങ്ങിയത്. ഈ വന്ന അരിയിലേക്ക് നമ്മൾ കടലപ്പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്. കടലപ്പരിപ്പ് വേവിച്ച അരിയിലേക്ക് ഇടും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, അതുപോലെ തന്നെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇടുമ്പോൾ വെള്ളം കണ്ണ് തെറിക്കാണ് നോക്കണം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലോണം അലിയണം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ അതിൻ്റെയൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച ഏലക്കായ് ഇടാം. പൊടിച്ച ഏലക്കായ്, അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ ഇടാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നെയ്യ് മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തൊഴിലുറപ്പ് ചേച്ചിമാർക്ക് കൊടുത്തുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ചേച്ചിമാർക്ക് നമ്മൾ പായസം വിളമ്പി കൊടുക്കുകയാണ്. ചേച്ചിമാർ കുടിച്ചിട്ട് ടേസ്റ്റ് പറയും. ഗോതമ്പ് പായസമല്ലത് കഴിച്ചിട്ട് പറയും. നല്ല ടേസ്റ്റ്, കാണാൻ നല്ല ഉണ്ടല്ലാണ്. പായസം വേണം. അപ്പോൾ ടേസ്റ്റ് നോക്കിയാൽ തങ്കം എന്തുണ്ട് പായസം? ചേച്ചി 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 അടിപൊളി ചേച്ചി, സൂപ്പർ അല്ലേ? ഇത്ര രസമില്ല പായസം ഇതുവരെ നാറ്റുമായിട്ട് കുടിക്കുന്നത്. ഇത്ര നല്ല, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തുക. ഓക്കെ, താങ്ക് യു.